നമ്മുടെ ലൈഫിൽ മാറ്റങ്ങൾ വരുത്താൻ ആഗ്രഹിക്കുന്നവരാണല്ലേ എല്ലാ തവണയും. ന്യൂ ഇയർ ആവുമ്പോൾ മാറ്റങ്ങൾ വരുത്തണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ മാറ്റങ്ങൾ വരണം. ലൈഫിനെ റീസെറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം നമ്മളോട് തന്നെ ചോദിക്കേണ്ട കുറച്ച് ചോദ്യങ്ങളുണ്ട്. ഈ ചോദ്യങ്ങൾക്ക് ഉത്തരവുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്താണ് ശരിയാക്കേണ്ടത് അല്ലെങ്കിൽ എവിടെയാണ് പാളിച്ചകൾ എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും. അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഇതൊരു കാറ്റഗറൈസേഷൻ പോലെയാണ്. നമ്മൾ ഈ ട്രാഫിക് ലൈറ്റ് കണ്ടിട്ടില്ലേ, അതുപോലെ നമ്മുടെ ലൈഫിൽ റെഡ് ആയിട്ട് ഒരു രീതിയിലും വർക്ക് ചെയ്യാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്, കുഴപ്പമില്ലാതെ നടന്നു പോകുന്ന കുറച്ച് കാര്യങ്ങൾ എന്താണ്. യെല്ലോ എന്ന് വെച്ചാൽ വലിയ മെച്ചമൊന്നുമില്ല, എന്നാലും അറ്റ് പ്രസന്റ് എന്നെ അത് വല്ലാണ്ട് ബാധിക്കുന്നില്ല, എന്റെ ടോപ്പ് പ്രയോറിറ്റി അതല്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്. അതുമല്ല സ്മൂത്ത് ആയിട്ട് പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്. ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്സ് എന്തെങ്കിലും ആയിരിക്കാം ഈ ഓരോ കാറ്റഗറിയിൽ പെടുന്നത്. അതല്ലെങ്കിൽ നിങ്ങളുടെ ഫുഡ് ഹാബിറ്റ്സ് ആയിരിക്കാം, നിങ്ങളുടെ ഹെൽത്ത് സിറ്റുവേഷൻ ആയിരിക്കാം, നിങ്ങളുടെ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ ആയിരിക്കാം. അപ്പൊ ഇതൊരു ജനറൽ കാറ്റഗറി ആയിട്ട് നമ്മൾ ആലോചിക്കുന്ന, നമുക്ക് കുറേ പ്രശ്നങ്ങളുണ്ടല്ലേ, എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട്. പക്ഷെ നമ്മൾ ഒരിക്കലും ഈ പ്രശ്നങ്ങളെ കാറ്റഗറൈസ് ചെയ്യുക അല്ലെങ്കിൽ ഇതിനെപ്പറ്റി ഒന്ന് ഡീപ്പായിട്ട് അനലൈസ് ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല. നമ്മൾ ആലോചിക്കുമ്പോൾ എനിക്ക് ഒത്തിരി പ്രശ്നങ്ങളുണ്ട്, ആലോചിക്കാനേ പാടില്ല, അത്രയും പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് നമ്മൾ ആലോചിക്കുന്നുണ്ട് എപ്പോഴും പ്രശ്നമുണ്ടെന്ന്. പക്ഷെ എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറെ പ്രശ്നങ്ങളുണ്ട്, അത് പറഞ്ഞിട്ട് കാര്യമില്ല, അത്രയും പ്രശ്നങ്ങളുണ്ട് എന്ന് ജനറലൈസ് ചെയ്ത് പറയല്ലാതെ നിങ്ങൾക്ക് തന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. നിങ്ങളുടെ ലൈഫിൽ ആദ്യത്തെ നമ്മളുടെ ഈ ക്വസ്റ്റ്യൻ അനുസരിച്ചിട്ട് നമ്മൾ കാറ്റഗറൈസ് ചെയ്യാണ്. നിങ്ങളുടെ ലൈഫ് ഒരു ട്രാഫിക് ലൈറ്റ് ആയിട്ട് കമ്പയർ ചെയ്ത് റെഡ്, യെല്ലോ ആൻഡ് ഗ്രീൻ ആ സെക്ഷനിൽ വരുത്തുകയാണെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾ ഓരോരോ കാറ്റഗറിയിൽ ഇടാം. 2-3 കാര്യം മതി, എല്ലാം ഡീറ്റെയിൽ ആയിട്ട് എഴുതേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ കാരണം ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് റെഡ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് തന്നെ മനസ്സിൽ വരും എന്താണ് നമ്മളുടെ മെയിൻ പ്രോബ്ലം എന്നുള്ളത് പോലെ. അതുപോലെ നമ്മളെ ഹാപ്പി ആക്കുന്ന കാര്യങ്ങളായിരിക്കാം ഗ്രീൻ ആയിട്ട് വരുന്നത്. ഇതാണ് നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ. നിങ്ങളുടെ ലൈഫിൽ റെഡ്, ഗ്രീൻ ആൻഡ് യെല്ലോ എന്തൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യാം. ഇപ്പൊ നമ്മൾ വിചാരിക്കുന്നുണ്ടാവും റെഡ്, ഗ്രീൻ, യെല്ലോ ഐഡന്റിഫൈ ചെയ്തല്ലോ, ഇനിയിപ്പോ വേറെ പ്രശ്നങ്ങളൊന്നും ഐഡന്റിഫൈ ചെയ്യല്ലേ, ഇനി എന്താണ് ചെയ്യുക? ഇനിയുണ്ട് കാര്യങ്ങൾ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാൽ നിങ്ങൾ ആൻസർ ചെയ്യുക. ഇതിപ്പോ 2-3 കാര്യങ്ങൾ മതിയായിരിക്കും. കുറെ കാര്യങ്ങൾ എഴുതാൻ നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ അതും എഴുതാം. നിങ്ങൾ കണ്ടില്ല എന്ന് നടിക്കുന്ന നിങ്ങളുടെ ലൈഫിലെ കാര്യങ്ങൾ എന്തൊക്കെയാണ്? കുറെ കാര്യങ്ങൾ നമുക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ആ ഭാഗത്തേക്ക് ഈ ഭാഗത്തേക്ക് നോക്കാൻ വേണ്ട, അല്ലെ ഇതിനെപ്പറ്റി സംസാരിക്കേണ്ട. നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം അത് നിങ്ങളെ വളരെയധികം ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. അങ്ങനെ നിങ്ങൾ കണ്ടില്ല എന്ന് നടിക്കുന്ന പ്രശ്നങ്ങൾ അതെന്തൊക്കെയാണ്? ഒരു 2-3 എണ്ണമെങ്കിലും ലിസ്റ്റ് ചെയ്യാൻ നോക്കുക. അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ചിലപ്പം എന്റെ ഫ്രണ്ട്ഷിപ്സ്, എന്റെ ഫ്രണ്ട്സ് ഒന്നും അത്ര എന്നോട് സപ്പോർട്ടീവ് അല്ല, അവർക്ക് എന്നോട് വലിയ താല്പര്യമൊന്നും ഇല്ല, എന്നാലും ഫ്രണ്ട്സ് വേണമല്ലോ അതുകൊണ്ട് ഞാൻ കൊണ്ട് നടക്കുന്നു. അല്ലെങ്കിൽ എന്റെ ലൈഫിൽ ഒത്തിരി സ്ട്രെസ് ഉണ്ട്, പക്ഷെ എല്ലാവർക്കും ഉണ്ടല്ലോ സ്ട്രെസ്. അപ്പൊ നിങ്ങൾക്ക് സ്ട്രെസ് ഉണ്ട്, പക്ഷെ നിങ്ങൾ അത് കണ്ടില്ല എന്ന് കുറേശ്ശെ നടിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി, അതിൽ നിങ്ങൾക്ക് ഒരു സാറ്റിസ്ഫാക്ഷനും ഇല്ല, പിന്നെ എല്ലാവരും ജോലി ഇങ്ങനെയല്ലേ എടുക്കുന്നത്. അതുപോലെ ചില കാര്യങ്ങൾ നിങ്ങൾക്കറിയാൻ പ്രശ്നമുണ്ട്, എന്നാലും നിങ്ങൾക്കത് കാണണ്ട. അങ്ങനത്തെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ലിസ്റ്റ് ചെയ്യുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, നിങ്ങൾ ഇങ്ങനെ തുടരുന്നത് കൊണ്ട്, അതായത് ചില കാര്യങ്ങൾ കണ്ടില്ല എന്ന് അടിച്ചു തുടരുന്നത് കൊണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് അതുകൊണ്ട് ബെനിഫിറ്റ് ഉണ്ടാകുന്നത്? എല്ലാവർക്കും എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ഇല്ലാതെ ആരും അങ്ങനെ ചെയ്യില്ല. പക്ഷെ നമ്മൾ അഡ്മിറ്റ് ചെയ്യില്ല, അത് പിന്നെ എന്റെ അവസ്ഥ അങ്ങനെ ആയിപ്പോയി, അല്ലെങ്കിൽ ഇപ്പൊ ഇതിനെപ്പറ്റി ഇപ്പൊ എന്ത് ചെയ്യാനാ, ഇപ്പൊ എന്റെ സിറ്റുവേഷൻ ഇതാണ്, അങ്ങനെയൊക്കെ നമ്മളൊരു എക്സ്ക്യൂസ് പറയുന്നുണ്ടെങ്കിലും എല്ലാവരുടെ മനസ്സിലും സത്യമായിട്ടും ഒരു ബെനിഫിറ്റ് ഉണ്ടായിരിക്കും. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ കൺഫ്രണ്ട് ചെയ്യുന്നതേ ഇല്ല, ഒരാൾ നിങ്ങളോട് വളരെ മോശമായി പെരുമാറുന്നത്, പക്ഷെ നിങ്ങൾ ഒരിക്കലും അത് കൺഫ്രണ്ട് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അതിനെപ്പറ്റി ഒരു വോയിസ് ഉയർത്തുകയോ ഒന്നും ചെയ്യുന്നില്ല. നിങ്ങളത് വളരെയധികം ബാധിക്കുന്നുണ്ട്. കാരണം ചിലപ്പം ആ ഒരു കൺവെർസേഷൻ എങ്ങനെ പോകും, അല്ലെങ്കിൽ അതിന്റെ ഇന്റൻസിറ്റി എന്താവും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാലോചിച്ച് പേടിച്ചിട്ടായിരിക്കും. അപ്പൊ ഇങ്ങനെ തുടരുകയാണെങ്കിൽ ഇതിങ്ങനെ പോയിക്കോട്ടെ, ഈ കോൺഫ്ലിക്റ്റ് അവോയ്ഡ് ചെയ്യാൻ ഇതാണ് നല്ലത്, അങ്ങനെ വിചാരിച്ചിട്ടായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം അത് സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിച്ചു, പക്ഷെ സ്റ്റാർട്ട് ചെയ്യുന്നില്ല, മനസ്സിനുള്ളിന്റെ ഉള്ളിൽ അത് നിങ്ങളെ ബെനിഫിറ്റ് ചെയ്യുന്നത്, അത് സ്റ്റാർട്ട് ചെയ്യാത്തടത്തോളം നിങ്ങൾ ഫെയിൽ ചെയ്യണ്ടല്ലോ. അപ്പൊ ആ ഫെയിലിയറിനോടുള്ള ഒരു പേടിയായിരിക്കാം. സ്റ്റാർട്ട് ചെയ്യാത്തടത്തോളം ഞാൻ ഫെയിൽ ചെയ്തിട്ടില്ല എന്നുള്ളൊരു സന്തോഷം അല്ലെങ്കിൽ ഒരു ആശ്വാസം, അതിനുവേണ്ടിയായിരിക്കാം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാത്തത്. അതുപോലെ കുറെ കാര്യങ്ങൾ ഉണ്ടായിരിക്കാം. അതുപോലെ നിങ്ങൾ കണ്ടില്ല എന്ന് നടിക്കുന്ന ഓരോരോ കാര്യത്തിന് പിന്നിലും നിങ്ങളെ ബെനിഫിറ്റ് ചെയ്യുന്ന എന്തോ ചെറിയ ഓരോ ബെനിഫിറ്റ് ഉണ്ട്. ഫെയിലിയറിനെ പേടിക്കുന്നതാവാം, കോൺഫ്രണ്ടേഷനെ പേടിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഏതോ ഒരു കംഫർട്ട് സോണിൽ നിന്ന് വെളിയിലിറങ്ങാം, അത് വേണ്ടാന്നുള്ളത് കൊണ്ടായിരിക്കാം നിങ്ങൾ ആ ഒരു കാര്യം ചെയ്യാതിരിക്കുന്നത്. അങ്ങനെ നിങ്ങൾ ആ കാര്യങ്ങളൊന്ന് ലിസ്റ്റ് ചെയ്യുക. നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ തുടരാൻ ആഗ്രഹിക്കുന്നത്? അത് വളരെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു ആൻസർ ആണിത്. വേറെ ആർക്കും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ കഴിയില്ല ഈ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ, കാരണം നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന ആൻസേഴ്സ് ആണല്ലേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, എന്തൊക്കെയാണ് നിങ്ങളുടെ ലൈഫിൽ എക്സ്പയർ ആയി പോയിട്ടും നിങ്ങൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനങ്ങൾ? നമ്മൾ ചില ഫുഡ് ആണെങ്കിൽ സാധനങ്ങൾ മേടിച്ചതൊക്കെ എക്സ്പയർ ആയത് ഉപയോഗിച്ചാൽ എന്താവും നമുക്കറിയാം. പക്ഷെ എന്നാൽ ലൈഫിലാവുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ എക്സ്പയർ ആയി പോയി,
അത് ചില സ്വപ്നങ്ങളായിരിക്കാം, അത് ചില ബന്ധങ്ങളായിരിക്കാം. എന്നാലും നമ്മൾ വലിച്ചു നീട്ടി കൊണ്ടുപോകും അല്ലേ? എത്ര നാൾ വേണമെങ്കിലും നമ്മളത് തുടർന്ന് കൊണ്ടുപോകും. അങ്ങനെ നിങ്ങൾ എക്സ്പയർ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾ കൂടെ കൊണ്ട് നടക്കുന്നത്? ചിലപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഒരു സൈഡ് പ്രോജക്റ്റ് ആയിരിക്കാം. നിങ്ങൾ എന്തെങ്കിലും ഒരു സൈഡ് ബിസിനസ് തുടങ്ങി, പക്ഷെ മുന്നോട്ട് പോയി പോയി വരുന്തോറും നിങ്ങൾക്ക് മനസ്സിലായി ഇത് എന്നെ കൊണ്ട് നടക്കുന്ന പരിപാടിയല്ല. പക്ഷെ എന്നാലും ഞാൻ തുടങ്ങിയതല്ലേ, ഇനി ആൾക്കാരെന്ത് പറയും, ഇത് നിർത്തിവെച്ചാൽ എന്ത് സംഭവിക്കും എന്ന തൽക്കാലം ഇത് എങ്ങനെയെങ്കിലും വലിച്ചു നീട്ടി കൊണ്ടുപോകാം. നിങ്ങൾക്ക് വലിയ ഹാപ്പിനെസ് ഒന്നും കിട്ടുന്നില്ല, മാത്രമല്ല ഇത് ബോറാണ്, എന്നാലും നിങ്ങൾ തള്ളി തള്ളി കൊണ്ടുപോകുന്നു. അങ്ങനെ ഒരു കാര്യമായിരിക്കാം. എന്തെങ്കിലും ഒരു സൈഡ് പ്രോജക്റ്റ്, ഒരു സൈഡ് ബിസിനസ് ആയിരിക്കാം. ഇനി അതും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം. അതായത് അതിനകത്തൊന്നും ഇല്ല, ഇനി ഒന്നും ബാക്കിയില്ല എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കാം. എന്തെങ്കിലും ഒരു ഫ്രണ്ട്ഷിപ്പ് ആവാം. എന്നാലും നിങ്ങളത് എങ്ങനെയെങ്കിലും തൽക്കാലം ഇതിങ്ങനെ കൊണ്ടുപോകുന്നതാണ്, തൽക്കാലം ഇങ്ങനെ പോയിക്കോട്ടെ, ആ ഒരു നോർമൽസിക്ക് വേണ്ടി നിങ്ങളത് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു. അതുപോലെ നിങ്ങളുടെ ലൈഫിൽ എക്സ്പയർ ആയിട്ടും നിങ്ങൾ കൂടെ കൊണ്ടു നടക്കുന്ന ചില കാര്യങ്ങൾ അതെന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾ ലിസ്റ്റ് ചെയ്യാൻ നോക്കുക. ഇനി അവസാനത്തെ ഒരു ക്വസ്റ്റ്യൻ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എല്ലാ കാര്യത്തിലും നമ്മളൊരു മാർക്ക് ഇടുമല്ലോ, അങ്ങനെ ഒരു മാർക്ക് ഇടുകയാണെങ്കിൽ ഔട്ട് ഓഫ് 10 നിങ്ങൾ 6 മാർക്ക് കൊടുക്കുന്ന എന്തെല്ലാം കാര്യങ്ങളാണുള്ളത്? ഈ 6 എന്ന് പറയുന്നത് അത് വളരെ ഒരു ഡിപ്ലോമാറ്റിക് നമ്പർ ആണല്ലേ. കൊള്ളുമെന്ന് ചോദിച്ചാൽ അറിയില്ല, കൊള്ളൂലെന്ന് ചോദിച്ചാൽ അതും അറിയില്ല. കൊള്ളാമെങ്കിൽ നമ്മൾ അറ്റ്ലീസ്റ്റ് എബോവ് ആവറേജ് 7 ആൻഡ് എബോവ് എങ്കിലും കൊടുക്കും. കൊള്ളില്ലെങ്കിലോ 4 ആൻഡ് ബിലോ എങ്കിലും കൊടുക്കും. പക്ഷെ ഈ 5, 6 എന്ന് പറയുന്നത് വളരെ അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള എവിടെയാണെന്ന് മനസ്സിലാവാത്ത ഒരു സിറ്റുവേഷൻ ആണ്. നിങ്ങളുടെ ലൈഫിൽ 6 ഔട്ട് ഓഫ് 10 എന്ന് നിങ്ങൾ റേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ അതെന്തൊക്കെയാണ്? അത് ചിലപ്പോൾ നിങ്ങളുടെ ഒരു ജോലി ആയിരിക്കാം, ജോലി ബില്ലൊക്കെ പേ ചെയ്യുന്നുണ്ട്, എന്നാലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല, കുഴപ്പമില്ലെന്ന് ചോദിച്ചാൽ കുഴപ്പമുണ്ട്, അങ്ങനെ ഒരു സംഭവം. അങ്ങനെയുള്ള നിങ്ങൾ 6 ഔട്ട് ഓഫ് 10 റേറ്റിംഗ് നിങ്ങളുടെ ലൈഫിൽ കൊടുക്കുന്ന എന്തെല്ലാം കാര്യങ്ങളാണ്? ഈ ക്വസ്റ്റ്യൻസിനൊക്കെ വളരെ നീണ്ടൊരു ലിസ്റ്റിൽ ആൻസർ കൊടുക്കണം നിർബന്ധമില്ല. അറ്റ്ലീസ്റ്റ് 3-4 കാര്യങ്ങളെങ്കിലും നിങ്ങൾ ഈ ഓരോ ക്വസ്റ്റ്യന്റെ അടിയിലും ലിസ്റ്റ് ചെയ്യുക, നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്യുക. നമ്മുടെ ലൈഫ് എന്തെങ്കിലും ചേഞ്ച് വരുത്തണം എന്നുണ്ടെങ്കിലോ ഒന്ന് റീസെറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിലോ അതിനൊക്കെ മുന്നേ നമ്മൾ എവിടെയാണ് നിൽക്കുക എന്നുള്ളത് അറിയാൻ വേണ്ടി ഈ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുക ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഇത് തമ്മിൽ കുറെ സിമിലാരിറ്റി ഉണ്ട്. എല്ലാ ക്വസ്റ്റ്യനും ഒരു ക്വസ്റ്റ്യൻ വേറൊരു ക്വസ്റ്റ്യനോട് ലിങ്ക് ആയത് തോന്നാം, ഒരു ക്വസ്റ്റ്യൻ വേറെ ക്വസ്റ്റ്യനോട് സ്ലൈറ്റ്ലി കണക്റ്റഡ് ആയിട്ടുള്ളത് പോലെ തോന്നാം. ഇനി നിങ്ങൾ ഈ ക്വസ്റ്റ്യനുകൾക്ക് നിങ്ങൾ എഴുതി വെച്ച ആൻസർ ഒക്കെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക. ഇതിൽ വളരെ ഫ്രീക്വന്റ് ആയിട്ട് റിക്കർ ചെയ്യുന്ന ചില പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം. എല്ലാ ആൻസറിലും നിങ്ങൾ ഇതൊരു റെഡ് ഫ്ലാഗ് ആയിട്ടോ, ഇതെന്റെ ആ റെഡ് ലൈറ്റ് എന്നുള്ള സെക്ഷനിലും ഉണ്ട്, ഞാൻ കാണുന്നില്ല എന്ന് പറയുന്ന സെക്ഷനിലും ഉണ്ട്, ഇതിങ്ങനെ തുടരുന്നത് കൊണ്ട് തൽക്കാലം ഞാൻ ഫെയിലിയർ അറിയുന്നില്ല, മാത്രമല്ല ഈ സിറ്റുവേഷൻ എന്റെ ലൈഫിൽ എക്സ്പയർ ആയൊരു സിറ്റുവേഷൻ ആണ്, എന്നാലും ഞാൻ ഇത് എങ്ങനെയൊക്കെയോ വലിച്ചു നീട്ടി കൊണ്ടുപോകുന്നു. ഈ ലിസ്റ്റ് അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ എല്ലാ സെക്ഷനിലും റിക്കർ ചെയ്യുന്ന ചില കാര്യങ്ങൾ ഉണ്ടാവും. അതാണ് നിങ്ങൾ ലൈഫ്. നമ്മൾ എന്തെങ്കിലും ഒരു ചേഞ്ച് വരുത്തണമെങ്കിലോ എന്തെങ്കിലും ഒരു റീസെറ്റ് വരുത്തണമെങ്കിലോ നമ്മൾ പല പല കാര്യങ്ങളിലും ഇവിടെ അവിടെ ആയിട്ട് ചെറിയൊരു മാറ്റം വരുത്തിയിട്ട് ഞാൻ ഇതൊരു ചേഞ്ച് വരുത്തി, അല്ലെങ്കിൽ ഇതിലൊരു ചേഞ്ച് വരുത്തി, അപ്പം എന്നാലും നമ്മൾ ഹാപ്പി ആവുന്നില്ല, എവിടെയോ എന്തോ വലിയൊരു മിസ്സിങ്. ഈ വലിയ മിസ്സിങ് ഒക്കെ മിക്കവാറും ഈ റിക്കറിങ് ആയിട്ടുള്ള പ്രശ്നങ്ങളാണ്. ഈ റിക്കറിങ് ആയിട്ടുള്ള പ്രശ്നം ചിലപ്പോൾ നമുക്ക് ഒരു ദിവസം കൊണ്ട് തീർക്കാൻ പറ്റുന്നതാവില്ല, ഒരാഴ്ച കൊണ്ടോ ചിലപ്പോൾ ഒരു വർഷം കൊണ്ട് പോലും തീർക്കാൻ പറ്റുന്നതാവില്ല. പക്ഷെ നമ്മൾ ഈ കാര്യം അക്നോളജ് ചെയ്യും, ഇതാണ് എൻ്റെ ലൈഫിലെ ഏറ്റവും മേജർ പ്രശ്നം എന്നുള്ളത് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ആ ഒരു ഡയറക്ഷനിലേക്ക് നീങ്ങാനെങ്കിലും കഴിയുള്ളൂ. ആ പ്രശ്നത്തിനുള്ള സൊല്യൂഷൻ ചിലപ്പോൾ ഒരാഴ്ച കൊണ്ടായിരിക്കും, ഒരു മാസം കൊണ്ടായിരിക്കാം, വർഷങ്ങൾ എടുത്തായിരിക്കാം. പക്ഷെ നിങ്ങൾ ആ ഡയറക്ഷൻ, ആ സൊല്യൂഷൻ ഓറിയന്റഡ് ഡയറക്ഷനിൽ നീങ്ങണം എന്നുണ്ടെങ്കിൽ ആ പ്രശ്നം നിങ്ങൾക്ക് എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണെന്നുള്ളതും നിങ്ങളുടെ പ്രശ്നങ്ങളുടെ പ്രയോറിറ്റിയിൽ അതിന്റെ സ്ഥാനം എന്താണെന്നുള്ളത് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്കത് കറക്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ആ ഒരു ഡയറക്ഷനിൽ മൂവ് ചെയ്യാനോ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ആൻസർ ചെയ്ത ഓരോ ക്വസ്റ്റ്യൻസും ഇത് തമ്മിൽ വളരെ സിമിലാരിറ്റി ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾ ആലോചിക്കും ഇതെന്താണ് വീണ്ടും വീണ്ടും ഒരേപോലെ മറ്റേ ചേച്ചി അനിയത്തിയും പോലെയുള്ള ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചോദിച്ചുകൊണ്ടേ നിൽക്കുന്നത്. നമ്മൾ പലവട്ടം തിരിച്ചും മറിച്ചും ചോദിക്കുമ്പോൾ നമുക്ക് ഒരേ ഉത്തരവാണ് കിട്ടുന്നതെങ്കിൽ ആ പ്രശ്നം നിങ്ങളുടെ ലൈഫിൽ എത്ര ഒരു വലിയ പ്രശ്നമാണെന്നും ബാക്കി നിങ്ങൾ വിചാരിക്കുന്ന ചെറിയ കാര്യങ്ങൾ അത്ര മാറ്റർ ചെയ്യുന്നില്ല എന്നുള്ളതും അത് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. ആ പ്രശ്നത്തിന്റെ സൊല്യൂഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ഡയറക്ഷനിൽ നമ്മുടെ ലൈഫിനെ മൂവ് ചെയ്യാൻ വേണ്ടി സഹായിക്കുകയും ചെയ്യും. അതാണ് ഇന്നത്തെ ഫുഡ് ഫോർ തോട്ട്.